യോഗയിടയിൽ ഭക്ഷണത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ യോഗ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടീഷണർ ആണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നതാണ് ഭക്ഷണം. അതായത് നമ്മുടെ ഡയറ്റ് പ്ലാൻസ് എന്ന് പറയുന്നത്. അതായത് ഫുഡ് കട്ട് ചെയ്യണം അങ്ങനെയുള്ളതല്ല. അതിന് അല്ലാതെ ഒരു സിമ്പിൾ നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അതായത് യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു 3 മുതൽ 4 മണിക്കൂർ മുന്നേ വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. ആ ഒരു 3 to 4 hours ഗ്യാപ്പ് വിട്ടതിന് ശേഷം മാത്രമേ യോഗ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പാടത്തുള്ളൂ. അപ്പോൾ അതിപ്പോൾ ഈവൻ നമ്മൾ മോർണിംഗ് ആണെങ്കിലും മോർണിംഗ് എന്ന് പറയുന്ന സമയത്ത് യോഗ ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ആക്ച്വലി മോർണിംഗ് ആണ്. അപ്പോൾ മോർണിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഏർലി മോർണിംഗ് ടു ഈവൻ 3 to 4 5 AM മുതൽ നമ്മുടെ മാക്സിമം ഒരു 8 മണി കാലത്ത് 8 മണി വരെ ആ ഒരു ടൈമാണ് നമ്മുടെ യോഗ ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം ചെയ്യാതിരിക്കുന്നതാണ് വളരെ നല്ലത്. അതുപോലെ തന്നെ ഇനി ഈവനിങ് നോക്കാം. ഈവനിങ് എന്ന് പറയുന്നത് നമ്മുടെ സന്ധ്യ ടൈമിലായിരിക്കണം കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലും കൂടെ യോഗ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അതുപോലെ തന്നെ നൈറ്റ് കാലത്ത് എങ്ങനെയാണോ 8 മണി വരെ ചെയ്ത് അതുപോലെ തന്നെയാണ് 8 മണി വരെ നമുക്ക് യോഗ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ സൺറൈസ് ആൻഡ് സൺസെറ്റ്. അപ്പോൾ ഏറ്റവും മാക്സിമം നമ്മുടെ ബോഡിയുടെ കാമായിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ടൈമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ സൺറൈസിൻ്റെ ടൈമിലും അതുപോലെ തന്നെ സൺസെറ്റിൻ്റെ ടൈമിലും ആ ഒരു ടൈമിംഗ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതായത് യോഗ ചെയ്യാനായിട്ടുള്ള പ്രിഫറബിൾ ടൈം എന്ന് പറയുന്നത് ആ ഒരു സ്വിച്ചിങ് ടൈമാണ്. അതായത് മോർണിംഗ് നൈറ്റിലോട്ടും അതുപോലെ തന്നെ നൈറ്റിൽ നിന്ന് മോർണിംഗിലോട്ടുള്ള സ്വിച്ചിങ് ടൈമാണ് നമ്മുടെ ഏർലി മോർണിംഗ് ടൈമും അതുപോലെ തന്നെ ഈവനിങ് ടൈമും. സോ ആ ഒരു ടൈമാണ് അതിന് പ്രിഫറബിളായി എടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ നേരത്തെ പറഞ്ഞിരുന്നു 3 മുതൽ 4 മണിക്കൂർ വരെ എന്ത് ചെയ്യണം, യോഗ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് എടുത്തിരിക്കണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ട് സ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു 2 ടൈമുകളിലായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ യോഗ കഴിഞ്ഞതിന് ശേഷം യോഗ കഴിഞ്ഞ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരി ഒരു 10 മിനിറ്റോളം ഗ്യാപ്പ് എടുത്തിട്ട് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫ്രഷ് ആവുകയാണെന്നുണ്ടെങ്കിലും കുളിക്കാനാണെങ്കിലും എല്ലാത്തിനും എന്ത് ചെയ്യണം, ഒരു 10 മിനിറ്റ് ശേഷം ഗ്യാപ്പ് എടുക്കുക. എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ചാൽ നമ്മൾ ബോഡി ഒന്ന് ഹീറ്റായിരിക്കും. യോഗ ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ ബോഡി വളരെ ചൂടായിട്ടുണ്ടാവും. സോ അതൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ബോഡി ഒന്ന് നോർമലൈസ് ചെയ്ത് വരാനായിട്ടാണ് നമ്മൾ ആ ഒരു ടൈം ഒരു 10 മിനിറ്റ്സിൻ്റെ ടൈം എടുക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈവൻ പോസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് ആസനാസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മോർണിംഗ് ആണെങ്കിൽ ഈവനിങ് ആണെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് പ്രാണായാമം റെഗുലറി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റാണെങ്കിലും ശരി, സ്ട്രെസ് ലെവലിനാണെങ്കിലും ശരി, BP ആണെന്നുണ്ടെങ്കിലും ഏതൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ വളരെയധികം ബെനിഫിഷ്യലാണ് നമുക്ക് അതിൽ നിന്നൂടെ കിട്ടുന്നത്. പക്ഷേ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരു സ്പെസിഫിക് ടൈമുണ്ട്. അതായത് ഇപ്പോൾ ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറയുന്നത് പ്രാണായാമം പ്രാക്ടീസ് എന്ന് പറയുന്നത് മോർണിംഗ് ആണ്. ഈവനിങ് ചെയ്യാം, പക്ഷേ ഈവനിങ് ചെയ്യുന്ന സമയത്ത് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് രാത്രി ഒരിക്കലും പ്രാണായാമം ചെയ്യുന്നത് പ്രിഫറബിൾ അല്ല. കാരണം രാത്രി നമ്മൾ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ആക്ച്വലി പ്രാണായാമം ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി കുറച്ചുകൂടെ ആക്റ്റീവ് ആവും. വേണമെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആവുമെന്ന് വേണമെങ്കിൽ പറയാം. ബോഡി കുറച്ചുകൂടെ ഹൈലി ആക്റ്റീവ് ആവുന്നതായിരിക്കും. അപ്പോൾ അതായത് നമ്മൾ കാരണം അത്രയധികം ബ്രീത്തിങ് ഇൻടേക്കും പുറത്തോട്ട് പോകുന്നതും മൂലം ബോഡി നന്നായിട്ട് ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ആ ഒരു ബോഡി ആക്ടിവേഷൻ വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ രാത്രിയാണ് ഒരു 7 മണിക്ക് ശേഷമൊക്കെയാണ് അല്ലെങ്കിൽ ഒരു 7 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രാണായാമം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ അപ്പോൾ ബോഡി നന്നപോലെ ആക്റ്റീവായി ഇരിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ എന്താണ് അതുകൊണ്ടുള്ള ദോഷം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ദോഷം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. കാരണം നമ്മൾ ബോഡി ഹൈലി ആക്റ്റീവാണ്. രാത്രിയാവെന്ന് പറയുന്നത് ബോഡി ഫുള്ളി റെസ്റ്റിലോട്ട് വരുന്നൊരു സ്റ്റേറ്റാണ്. ആ ഒരു ടൈമിലാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത്, പ്രാണായാമം ചെയ്ത് ബോഡി ഒന്നുകൂടി ആക്റ്റീവ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെ സിംപ്ലി പറയുന്നത് നമ്മളൊരു കോഫി എടുത്ത് കുടിക്കുന്ന പോലെ രാത്രി ഒരു കോഫി എടുത്ത് കുടിച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ ബോഡി എങ്ങനെ ആക്റ്റീവ് ആവുന്നു അതുപോലെ തന്നെയാണ് ഈ പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണായാമം ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, ബോഡി ആക്റ്റീവ് ആവണം കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉറക്കം നഷ്ടപ്പെടാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രാത്രി പ്രാണായാമം ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് പറയുന്നത്.